നമസ്കാരം. തിരുവനന്തപുരം ശ്രീ അവിട്ടം തിരുനാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവം. ആശുപത്രിയിലെ ശുചിമുറിയിൽ പ്രസവിച്ച 6 മാസം പ്രായമായ കുഞ്ഞിനെ ക്ലോസറ്റിൽ ഉപേക്ഷിച്ച് ഫ്ലഷ് ചെയ്ത നിലയിൽ കണ്ടെത്തി. ഞായറാഴ്ച രാത്രിയോടെയാണ് ക്രൂരമായ സംഭവം അരങ്ങേറിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവല്ലം സ്വദേശിനിയായ 20-കാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗർഭം അലസിപ്പിക്കുന്നതിനായുള്ള മരുന്നുകൾ കഴിച്ച ശേഷമാണ് അവിവാഹിതയായ യുവതി ആശുപത്രിയിലെത്തിയത്. തുടർന്ന് അതികഠിനമായ രക്തസ്രാവം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവർ തിരുവനന്തപുരത്തെ SIT ആശുപത്രിയിലെ ശുചിമുറിയിലേക്ക് കയറി. ഇവിടെ വെച്ചാണ് 6 മാസം മാത്രം വളർച്ചയെത്തിയ കുഞ്ഞിന് ജന്മം നൽകിയത്. പ്രസവിച്ച ഉടൻ തന്നെ കുഞ്ഞിനെ ശുചിമുറിയിലെ ക്ലോസറ്റിലിട്ട് യുവതി ഫ്ലഷ് ചെയ്യുകയായിരുന്നു. പ്രസവത്തിനു ശേഷം ശുചിമുറിയിൽ നിന്നും പുറത്തിറങ്ങിയ യുവതിയുടെ വസ്ത്രങ്ങളിൽ രക്തക്കറയും മറ്റിതര അടയാളങ്ങളും കണ്ടതോടെ ആശുപത്രി ജീവനക്കാർക്ക് സംശയം തോന്നി. തുടർന്ന് ആരോഗ്യ പ്രവർത്തകരും സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്ന് കാര്യം അന്വേഷിച്ചതോടെയാണ് അവിശ്വസനീയമായ ദാരുണ സംഭവം യുവതി തുറന്നു പറഞ്ഞത്. ഉടൻ തന്നെ ആശുപത്രി അധികൃതർ വിവരം മെഡിക്കൽ കോളേജ് പോലീസിനെ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാ സേന ആശുപത്രിയിലെ സെപ്റ്റിക് ടാങ്ക് തുറന്നു നടത്തിയ പരിശോധനയിലാണ് 6 മാസം വളർച്ചയെത്തിയ ഭ്രൂണം കണ്ടെത്താൻ സാധിച്ചത്. നിലവിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലുള്ള യുവതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രസവത്തെ തുടർന്നുണ്ടായ ശാരീരിക പ്രശ്നങ്ങൾ കാരണം യുവതി ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ഇവർക്കെതിരെ കേസെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. എന്തായാലും ദാരുണമായ സംഭവമാണ് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. എന്തായാലും കേരളത്തിലെ വിവിധ ആശുപത്രികളിലും പൊതുസ്ഥലങ്ങളിലും സമാനമായ ദാരുണമായ സംഭവങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുകയോ അവിഹിത ഗർഭം മറച്ചുവെക്കാനായി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്ത സംഭവങ്ങൾ നിരവധിയാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നടന്നൊരു സംഭവവും സമാനമാണ്. കുറച്ചു കാലം മുൻപ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ശുചിമുറിയിലെ ക്ലോസറ്റിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ശുചിമുറിയിലെ പൈപ്പിൽ തടസ്സം കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കൊച്ചിയിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. കൊച്ചിയിൽ അവിവാഹിതയായ യുവതി വീട്ടിലെ ശുചിമുറിയിൽ പ്രസവിച്ച ശേഷം കുഞ്ഞിനെ പ്ലാസ്റ്റിക് കവറിലാക്കി ജനലിലൂടെ പുറത്തേക്കെറിഞ്ഞ സംഭവവും ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്തും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കോഴിക്കോട്, മലപ്പുറം ജില്ലയിലും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്തും കോഴിക്കോടും സ്വകാര്യ സർക്കാർ ആശുപത്രി ശുചിമുറികളിൽ പ്രസവിച്ച ശേഷം ഭ്രൂണവും കുഞ്ഞുങ്ങളെയും ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്യാനോ വേസ്റ്റ് ബിന്നിൽ തള്ളാനോ ശ്രമിച്ച കേസുകളിലും പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇടപെട്ട് മൃതദേഹം പുറത്തെടുത്ത സംഭവങ്ങളുണ്ട്. സാമൂഹികമായ ഭയവും അനാഥത്വവും കൃത്യമായ ബോധവൽക്കരണത്തിന്റെയും പിന്തുണയുടെയും അഭാവവുമാണ് ഇത്തരം ദാരുണമായ സംഭവങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്നത്. പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്കായി സർക്കാരിന്റെ അമ്മത്തൊട്ടിൽ പോലെയുള്ള സുരക്ഷിതമായ സംവിധാനങ്ങൾ ലഭ്യമാണ് എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത്. കൃത്യമായ സെക്സ് എഡ്യൂക്കേഷന്റെ അഭാവവും ഇത്തരം വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഘടകമാണ്.